ഭൈരവ മീഡിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മിഥുനം രാശിക്കാർക്ക് 2025 രാശി ഫലങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മിഥുനം രാശിക്കാർക്ക് ഈ വരുന്ന ജനുവരി മാസം മുതൽക്ക് ഡിസംബർ മാസം വരെ എന്ത് വിധത്തിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് നമുക്കിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. ഒരു പരിധി വരെ വിജയിച്ചു പോകാം എന്നല്ലാതെ മറ്റൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത് ഈ ഒരു വർഷത്തെ കൊണ്ട്. കാരണം ഇപ്പോഴുള്ള ഈ ഒരു രാശി മാറ്റങ്ങളൊക്കെ, അതായത് ഗുരുവിന്റെ വക്രഗതി മാറ്റം, ശനിയുടെ വക്രഗതി മാറ്റം, അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റം, അതുപോലെ മെയ് മാസത്തില് രാഹു കേതുവിന്റെയൊക്കെ ആ ഒരു മാറ്റങ്ങളൊക്കെയും നിങ്ങൾക്ക് വരുന്ന കാലഘട്ടങ്ങൾ, അതായത് 2027 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ഒരു സഞ്ചാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഉടൻ ജനുവരി മാസത്തിൽ തന്നെ നമുക്കത് കിട്ടണം, ഫെബ്രുവരിയിൽ കിട്ടണം എന്നൊക്കെ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അതൊന്നും നിങ്ങൾക്ക് ലഭ്യമാകില്ല. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ നമ്മുടെ പ്രവർത്തനത്തിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ, ചിന്തകളിൽ, പ്രവൃത്തികളിൽ ഒക്കെ വരുത്തുന്ന ചില മാറ്റങ്ങൾ നമുക്ക് ഗുണകരമാക്കി എടുക്കാം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് അറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നിങ്ങൾ ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോ മറ്റുള്ളവർക്കൊക്കെ അറിയാം എങ്ങനെ ജീവിക്കണം എന്ന്, കുടുംബത്തിലുള്ളവർക്കൊക്കെ അറിയാം. സ്വന്തം കുടുംബം നോക്കാൻ ഉള്ള ഒരു പ്രാപ്തമൊക്കെയും നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാകും. അതായത് മകയിരം, തിരുവാതിര, പുണർന്നൊക്കെയും ഉണ്ടാകും. അവരവരുടെ കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങൾക്ക് അവരവർ നോക്കിക്കോളും. ആധുനിക യുഗമാണ്. ആധുനികമായി തന്നെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഒരു ആവശ്യത്തിനൊന്നും ഒരാളും കാണൂല. ആ ഒരു ചിന്താഗതി വേണം. ഒപ്പമുള്ളവരൊക്കെ ഉണ്ട് എന്ന് കരുതി ഓഫീസിലൊക്കെ പണി ചെയ്യുമ്പോൾ അവിടെയൊക്കെ കരുതലോടുകൂടി ഇരിക്കണം. കാരണം പണി 16 വഴിക്കും നമുക്ക് വരും. 18 വഴിക്കില്ല, 16 വഴിക്കും വരും. അപ്പോൾ ഈ ഒരു ചിന്ത വേണം. 2 വഴി നമുക്കുള്ളതാണ് ഓടി രക്ഷപ്പെടാനായിട്ടുള്ളത്, മുൻവശവും ബാക്ക് വശവും. അതാണ് 16 വഴി എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് നമ്മളെ 2 വഴിക്കും കൂടെ തൂക്കിയെടുത്ത് പുറത്തെറിയുന്ന ഒരു സാഹചര്യം. അത് എല്ലാ കാലത്തും ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കും. ഇനി വരുന്ന കാലത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കും, മനോഭാവത്തിൽ മാറ്റം വരുത്താത്തടത്തോളം. അപ്പോൾ നിങ്ങൾ ഈ രാശിക്കാർക്ക് എന്ത് വിധത്തിലുള്ള ഒരു കാര്യത്തിൽ ഇടപെട്ടാലും തെളിവോടുകൂടി വേണം ചെയ്യുവാനായിട്ട്. ഒരു ഫോൺ കോൾസ് വന്നാലും അത് റെക്കോർഡിക്കലായിട്ട് തന്നെ സൂക്ഷിക്കുന്ന രീതിയിൽ ചെയ്യണം. ഈ വർഷത്തിൽ ഒരു വിധത്തിലും ജാമ്യ വ്യവസ്ഥയിൽ പോയി ലോണുകൾ എടുക്കരുത്. അതായത് ഈ സാപ്പ് പോലുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ അടയ്ക്കുവാനുള്ള ഒരു മാർഗവും മനസ്സും ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഒപ്പമുള്ള ഒരാൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഈശ്വരൻ നൽകുന്ന ഒരു സാഹചര്യം വരില്ല. ചിലപ്പോൾ അടുത്ത മാസം നൽകാം എന്നുള്ള രീതിക്ക് നിയാവം ചെയ്യുമെന്ന് പറയും. അതിനടുത്ത മാസവും നടക്കില്ല. അത് അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ സംഭവിച്ചു പോകുന്നതാവും. അപ്പോൾ എല്ലാ കാലത്തും നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. അതിന് ഒടുവിൽ അത് നിങ്ങൾക്ക് വലിയ ബാധ്യതയൊക്കെ ആയി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കും. അപ്പൊ എന്തിലും തെളിവോടുകൂടി പോകണം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ഗുരു ഭഗവാന്റെ വക്രഗതി മാറുമ്പോൾ ഒരു ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. എങ്ങനെയാന്ന് വെച്ചാല് ഗുരു വക്രഗതിയിൽ സഞ്ചരിച്ചാലും നേർഗതിയിൽ സഞ്ചരിച്ചാലും അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനത്തിന്റെ ആ ഒരു ഇതൊക്കെ ഇത് തന്നെയാണ്. ഫോഴ്സിനൊന്നും മാറ്റം വരുന്നില്ല. അപ്പോ ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഭാവത്തെ അവിടെ തടസ്സം ചെയ്യുന്നു എന്നതാണ്. അത് നിങ്ങൾക്ക് ഒരു കാര്യം ജോലി കിട്ടും എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് നൽകുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ മാറ്റമില്ല. പക്ഷേ അതിന് നമ്മുടെ മനസ്സിനെ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തെ ഉണ്ടാക്കി വെക്കും. അതായത് അദ്ദേഹം ആ ജോലി നഷ്ടപ്പെടുത്തുന്നു എന്നല്ല, അദ്ദേഹം ആ ഒരു വഴിയെ പിന്നിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളെയല്ല, നമ്മൾക്ക് ലഭിക്കേണ്ട ഇടത്തിലുള്ളവരെ പിന്നിലേക്ക് വലിപ്പിച്ച് നിർത്തുന്നതാണ്. അതായത് നമുക്ക് നൽകാൻ, ആ തൊഴിൽ നമുക്ക് നൽകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ അച്ഛനോ അമ്മയോ നമുക്ക് ദ്രോഹം ചെയ്യില്ല. അവർ നമ്മുടെ ഗുരുസ്ഥാനീയരാണ്. അപ്പൊ ഗുരുവിനെ സങ്കല്പിക്കേണ്ടതും അങ്ങനെ തന്നെ. ഗുരു ഭഗവാൻ അങ്ങനെയാണ്. മക്കൾക്ക് ഒരിക്കലും അച്ഛനും അമ്മയും ദോഷം ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നു എങ്കിൽ നമ്മളുടെ ഈശ്വരനായ ഗുരു ഭഗവാനും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവർക്ക് നന്മ മാത്രമായിരിക്കും ഗുരു ഭഗവാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഫെബ്രുവരിയോടുകൂടി നിങ്ങൾക്ക് നല്ല ഫലത്തിനുള്ള മാർഗം, നിങ്ങൾ എവിടെയൊക്കെ ജോലിക്ക് എഫർട്ട് കൊടുത്തോ അവിടെയെല്ലാം ഒരു വിജയത്തിന്റെ പാത തുറക്കം. തൊഴിലിടങ്ങളിൽ പ്രൊമോഷനൊക്കെ കൊടുത്തിരുന്നവർക്ക് അതിൻ്റെതായ ഒരു സാഹചര്യത്തെ ഉണ്ടാക്കും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. കുടുംബപരമായ രീതിയിലൊക്കെ ഇപ്പോൾ പണം സംബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെയും നിങ്ങൾക്ക് ഒരു അനുകൂലമായ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഒപ്പം തന്നെ മാർച്ച് 29-ാം തീയതിക്ക് ശനി ഭഗവാന്റെ ആ ഒരു വക്രഗതിയും കൂടെ ആകുമ്പോൾ ഈ ഗുരു ഭഗവാൻ നമ്മളെ ഫോഴ്സ് ചെയ്ത് അദ്ദേഹത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹവും കൈ തന്ന് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹം നമ്മളെ ഒരിക്കലും കൈവിടുന്ന സാഹചര്യം അല്ല ഈ 2025
വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 100% നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇടത്ത് നമുക്ക് 40% അവിടെ ആ ഒരു നല്ല ഒരു മനോഭാവത്തെ പ്രദാനം ചെയ്യുന്നതിനുള്ള മാർഗം തെളിയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് മുന്നിലേക്കുള്ള വഴി അടഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങോട്ടേക്ക് സഞ്ചരിക്കാനുള്ള ഒരു മാർഗത്തെ നൽകുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വർക്ക് കിട്ടിയില്ല, കോൺട്രാക്ട് കിട്ടിയില്ല, അപ്പൊ അങ്ങനെയൊക്കെ ദുഃഖിച്ചിരിക്കുന്നവർക്ക് 100%വും ആ ഇടത്ത് നിങ്ങൾക്ക് വർക്ക് കിട്ടുകയും കോൺട്രാക്ട് പരമായ രീതിയിൽ മുന്നേക്ക് പോകാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമില്ല. അതുപോലെ ഈ മെയ് മാസത്തോടുകൂടി രാഹുവിന്റെയും കേതുവിന്റെയൊക്കെ മാറ്റം വരുമ്പോൾ കുടുംബപരമായ രീതിയിലൊക്കെ ചെറിയ തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ഒക്കെയുള്ള സാധ്യതകളൊക്കെയും അവിടെ സൃഷ്ടിക്കപ്പെടുകയും ഈ രാഹു എപ്പോഴും നമുക്ക് രണ്ട് വിഭാഗത്തിലുള്ള മനോഭാവത്തെ പ്രദാനം ചെയ്യും. അവിടെ പോകണമോ വേണ്ടയോ ചെയ്യണമോ എന്നൊക്കെയുള്ള ചിന്താഗതികളൊക്കെ പ്രാപ്തമാക്കും. അതുപോലെ വിദേശത്തൊക്കെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നവർക്ക് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ അതിന്റെ ഫലം ലഭിക്കുകയും വിദേശത്തുനിന്ന് വിസയൊക്കെ നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും. ഇപ്പൊ നിലവിലെ രാശിഘട്ടങ്ങളുടെയൊക്കെ ആ ഒരു പ്രവർത്തനം 2022 മുതൽക്ക് തന്നെ ആ ഒരു പ്രവർത്തനം നടന്നതുകൊണ്ട് തന്നെ ഇപ്പോ പല രാജ്യങ്ങളും വിസ സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഏകീകൃതമായ ഒരു സംവിധാനത്തിലൂടെ മാത്രമായിരിക്കും അവർക്ക് അത് ചെയ്യുവാനായിട്ട് കഴിയുക. നാളെ ആർക്കും തന്നെ ഒരു രാജ്യക്കാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിൽ ഒരു വിസയുടെ ആ ഒരു സ്റ്റാമ്പിങ്ങിൽ മാറ്റം വരുത്തുന്ന സാഹചര്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. സ്ത്രീകളായിട്ടുള്ളവരൊക്കെ വിദേശത്തൊക്കെ പോകുകയാണെങ്കിൽ 100%വും നോർക്ക റൂട്ട്സ് വഴിയുള്ള ആ ഒരു എൻക്വയറി കൃത്യമാണെങ്കിൽ മാത്രം പോവുക. കാരണം പല ഇടങ്ങളിലും ഇപ്പോൾ പല രീതിക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 20 കിലോമീറ്റർ ചുറ്റുള്ളത് വിട്ട് ഒരിടത്തും പോയിട്ടില്ല. എനിക്ക് ലോക രാജ്യങ്ങളെ കുറിച്ചിട്ട് വലിയ അറിവൊന്നുമില്ല. ഈ രാശികളിലൂടെയുള്ള സഞ്ചാരങ്ങൾ മാത്രമാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി വേണം പോകുവാൻ. പണം പോകുന്നതിലല്ല, നമ്മുടെ ആ ഒരു ജീവിതത്തിന്റെ ഒരു ലൈഫിന്റെ ഒരു നല്ല ഒരു ഇത് പോയി കിട്ടിയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ നല്ല വ്യക്തമായ രീതിയിൽ അന്വേഷിച്ച് വേണം ഒരു ഇടങ്ങളിലേക്കും സഞ്ചരിക്കുവാനുള്ള ഒരു രീതി ചെയ്യുവാനായിട്ട്. അതുപോലെ പഠിക്കാനുള്ള കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ പഠിത്തത്തിനുള്ള ആ ഒരു വഴിയൊക്കെ തുറന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് 2025 എന്ന് പറയുന്നത്. വിവാഹം മുടങ്ങിപ്പോയവർ, അതായത് തിരുവാതിര നക്ഷത്രത്തിനൊക്കെ ചിലരുടെയൊക്കെ വിവാഹം മുടങ്ങിപ്പോയവരൊക്കെ ഉണ്ടാവും. അത് നേരത്തെ വന്നുപോയ വിവാഹങ്ങളൊക്കെയും നമ്മൾ വേണ്ടാന്ന് വെച്ച തീരുമാനങ്ങൾ എടുത്തിരുന്ന അത് ചിലപ്പോൾ തിരിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ കൈ കൊടുത്ത് ആ ഒരു ബന്ധങ്ങളിലേക്കൊക്കെ നിങ്ങളെ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടാം. അതുപോലെ കോടതി കേസ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും തന്നെ ഒരു നല്ല മാറ്റം ഈ ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് തന്നെയാണ്. അതായത് കുടുംബപരമായ കോടതിയിലൊക്കെ കേസ് കിടക്കുന്നവരുണ്ടാവും, കുടുംബ കോടതിയിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ നിങ്ങളുടെ മനോഭാവത്തിനനുസരിച്ച് ഒത്തുതീർപ്പാക്കേണ്ടവർക്ക് അങ്ങനെ ഒത്തുതീർപ്പാക്കി വരും. അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ആ രീതിയിൽ തന്നെ കേസുകളൊക്കെ തീർപ്പായി രണ്ടും രണ്ട് വഴിക്കാക്കി തരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. അവരവരുടെ മനോഭാവത്തിന് അനുസൃതമായിട്ടായിരിക്കും. ഞാൻ പറയുന്നത് ജീവിതം എന്നത് ഒരിക്കൽ മാത്രമാണ് ഉള്ളത്. പൂർവ്വജന്മ കണക്കുകളൊക്കെ രാശികളൊക്കെ കാട്ടും, അത് പറയും, പല കാര്യങ്ങളും പറയും. എന്നാൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ അനുസരിച്ച് വേണം നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരാനുള്ളതെന്ന് ഞാൻ പറയുമെന്നുള്ളത് തന്നെയാണ്. നമ്മുടെ നാവുകൾ ശരിയായ രീതിക്ക് പ്രവർത്തിക്കാതെ ഇരുന്നാല്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്ത് അനാവശ്യം പറയേണ്ടി വന്നു പോയാല് അതൊക്കെ തന്നെ ജീവിതത്തിൽ തിരിച്ചടിയാം. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കുവാൻ പറ്റില്ല എന്ന് മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വാക്കുകൾ പരമ്പരയായിട്ട് തന്നെ നമ്മുടെ പിന്നിലെ ഉണ്ടായിരുന്ന ഒരു വാക്ക് തന്നെയാണ് ആ ഒരു വാക്ക്. എപ്പോഴും ആ ഒരു വാക്കുകൾ മാത്രം ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിച്ച് മുന്നേറുവാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞത് 2025, 27 കാലഘട്ടത്തിനുള്ളിൽ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ച് കിട്ടുക. തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ മാറ്റം ഈ 2025 തീർച്ചയായിട്ടും ഉണ്ടാവും. ശമ്പള വർധനവിലേക്കുള്ള ആ കാര്യങ്ങളൊക്കെ നീങ്ങി കിട്ടും. അത് പ്രൊമോഷൻ സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അതിൻ്റെതായ മാർഗങ്ങളൊക്കെ തെളിഞ്ഞു കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഇൻക്രിമെന്റ്സ് ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഏപ്രിൽ മാസത്തിന് ശേഷം അതിന്റെയൊക്കെയുള്ള മാർഗങ്ങളൊക്കെ 100% എല്ലാം തെളിയുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിനെ ഫോളോ ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനൊക്കെ കഴിയുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും എത്തുന്നതാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതിലൊന്നും യാതൊരുവിധ തർക്കവും പരാതികളും ഒന്നും തന്നെ ഇല്ല.